അഡ്വക്കേറ്റ് ചാണ്ടിയമ്മനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അന്തിയുറങ്ങാൻ പൂരകളില്ലാതെ കഴിഞ്ഞ പാവങ്ങൾക്ക് വീടുകളിൽ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയുടെ സാധ്യമാക്കാൻ എക്കാലവും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥിത എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ നേരിൽ കാണുവാനും നേരിട്ടെന്റെ ഓട്ടപ്പെട്ടി കടന്ന സ്ഥാനാർത്ഥി നിങ്ങളെ നേരിട്ട് ഓട്ടപ്പെട്ടിക്കാനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ആ DJ വണ്ടി മുന്നോട്ട് കൊണ്ടതാണ്. ഞാനൊരു വാക്ക് 2.5 വർഷക്കാലം മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളോടൊപ്പം ഒരു മകനായി, സഹോദരനായി, സുഹൃത്തായി കാണും എന്നുള്ളത്. അത് 2.5 വർഷം കൊണ്ട് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് സർക്കാരിന്റെ സഹായമില്ലാതെ, ഒരു കമ്പനിയുടെ സഹായമില്ലാതെ, പല വ്യക്തികളിൽ നിന്ന് സ്വരൂപിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. 4 കോടി രൂപയാണ് വീടിന്റെ പദ്ധതി. ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല. സ്പോൺസർ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന രീതിയിൽ 48 വീടുകൾ പണിഞ്ഞു, 43 വീടുകൾ കൈമാറി, 5 വീടുകൾ പണി നടന്നുണ്ട്. ഈ 31 കൊണ്ട് അതിൽ കൈമാറും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ പരമാവധി എന്റെ പിതാവിനെ പോലെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ നീർക്കാട് വരുമ്പോൾ സ്മരിക്കാതിരിക്കാനും സാധിക്കില്ല. ഈ നാടിനെ അദ്ദേഹം സ്നേഹിച്ചതുപോലെ തീർച്ചയായിട്ടും ഞാനും നിങ്ങളോടൊപ്പം കാണും. ഞാൻ 100 വീടുകൾ കൂടി പണിയും. എന്റെ സ്വപ്നം ആരും ഭവനരഹിതരായി പുതുപ്പള്ളിയിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ 100 വീടുകൾ കൂടി പണിയുന്നത്. 100 വീടുകൾ പണിയുമ്പോൾ അതിന് ഭാരിച്ച ചെലവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെക്സോ ബാനറോ പോസ്റ്ററോ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. അതിനുകൂടിയുള്ള എക്സ്ട്രാ വരുന്നത് ഈ ഭവന പദ്ധതിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ വലിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ വിജയം ഈ നാടിന്റെ വിജയം. നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി നേടിയതെല്ലാം വളരെ കുറവ് മാത്രമാണ്, ഞാൻ സമ്മതിക്കുന്നു. കാരണം ഗവൺമെന്റ് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നത്. പാറക്കടവ് പാലം ഉമ്മൻചാണ്ടി നിർത്തിയിരിക്കുക. കമ്പനിപ്പടി പാലം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത UDF സർക്കാർ വരും. ഇതടക്കമുള്ള പദ്ധതികൾ, ബൈപ്പാസ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ള വാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് എന്റെ സ്വപ്നമാണ്. ഈ നാടിനെ കുറിച്ചുള്ള നമുക്ക് പുതുപ്പള്ളിയെ ഒരു ഐടിയുടെ ഹബ്ബാക്കി മാറ്റണം. നമുക്ക് പുതുപ്പള്ളിയെ ഒരു സ്പോർട്സിന്റെ സെന്ററാക്കി മാറ്റണം. നമുക്ക് പുതുപ്പള്ളിയെ റിലീജിയസ് ടൂറിസത്തിന് സെന്ററാക്കി മാറ്റണം. അത് പെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രമുണ്ട്, പുതുപ്പള്ളി പള്ളിയുണ്ട്, വിവിധ പള്ളികൾ, ദേവാലയങ്ങൾ ഉള്ള സ്ഥലമാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുമ്പോൾ ഈ വാക്കുകൾ ഞാൻ പറഞ്ഞത് അക്ഷരം പതി പാലിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ നിങ്ങളുടെ ഹൃദ്യമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ മുമ്പിൽ അനൗൺസ്മെന്റ് വാഹനവും
അതിന് തൊട്ടു പിന്നിൽ സ്ഥാനാർത്ഥിയുടെ വാഹനവുമാണ്. നിങ്ങൾ ബൈക്കിൽ മുമ്പിൽ പോയാൽ നിങ്ങൾ ഏത് റൂട്ടാണ് അറിയാത്തതുകൊണ്ട് ആ വഴി പോകുമ്പോൾ മറ്റു മുമ്പിൽ പോകുന്ന പല വാഹനങ്ങളും ആ വഴി കടന്നു പോകുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് തൊട്ടു പിന്നിൽ വേണം തീർച്ചയായിട്ടും ഇരുചക്ര വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഫോർ വീലറുകളും കടന്നു വരുവാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വഴി തെറ്റാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.